എന്റെ ഉപ്പാക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്റെ ഒരു കോൺസെപ്റ്റ്, എന്റെ ഡ്രീം ഇതാണ്. എന്തും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവന്റെ അനുഭവങ്ങളാണ് അവന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയതാണ്. അത് നമുക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അവന്റെ ആ ഒരു പിന്നെ പ്രൊഡക്ഷൻ. ഞാൻ ഇതിന് മുന്നേ വേറെ ഇതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ പിന്നെ പേയ്മെന്റ് എനിക്ക് വന്നിട്ട് വളരെയധികം മാറ്റങ്ങളും ഞാൻ ഇവിടെ എംബി ആയിട്ട് ഇരിക്കാനൊക്കെ കാരണം ഞാന് 94-ലാണ് സൗദിയിൽ വരുന്നത്. 2 വർഷം ഞാൻ വർക്ക് ചെയ്തു. 96-ൽ ഞാൻ എന്റെ ഫസ്റ്റ് കമ്പനി PMC IT സൊല്യൂഷൻ ഫോം ചെയ്തു. അവിടെ നിന്നിട്ടുള്ള ഒരു ജേർണിയിൽ 2022 വരെ ഞാൻ കവർ ബിസിനസ് ആയിരുന്നു. 11 എസ്റ്റാബ്ലിഷ്മെന്റ്, 3 കമ്പനി, 7 സൗദിയുടെ പേരിലാണ് നടത്തിയത്. ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. പക്ഷെ പറഞ്ഞു വരുന്നത് ഇതുപോലെ തന്നെ ഒത്തിരി ARPയും പലതും ചെയ്യാറുണ്ട്. ഷബീബിന് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഇത്രയും ജെന്യൂനായിട്ട് നമ്മൾ റിയലി ആ തുടക്കം മുതൽ പല ഡിസ്ട്രാക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എന്റെ മൈൻഡ് എന്റെ ടീമിന്റെ കൂടെ തന്നെ. പക്ഷെ കൃത്യമായിട്ട് എന്താ നമ്മള് കണ്ണിമ വിട്ടാതെ നോക്കി നിൽക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് ഇതുവരെയും ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ല. ഈവൻ അക്കൗണ്ട്സിൽ എനിക്ക് OTP ഒക്കെ വരുന്നത് ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ല. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. വളരെ ജെന്യൂൻ ആയിട്ട്. അവന്റെ പ്രൊഡക്ഷൻ ആണ്. പൈസക്ക് മാത്രം നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. അവരുടെ സ്റ്റാഫ് ആണെങ്കിലും നമ്മൾ വളരെയധികം 10-20 ദിവസമായിട്ട് അവരുടെ സ്റ്റാഫ്, എന്റെ സ്റ്റാഫിന്റെ കൂട്ടത്തിൽ നിന്നാണ് അവൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. അവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ്. അപ്പൊ അത്രയും ആത്മാർത്ഥത കൂടി നമ്മളോട് അവന്റെ ആ ഒരു ഇത് ചെയ്തു തന്നിട്ടുണ്ട്. ഏകദേശം 2 മാസം മുന്നാണ് ഞാൻ ഫൈമായിട്ട് ഇരുന്നു തോന്നുന്നു അല്ലേ? ഫൈം ഒരു ദിവസം എന്നെ വിളിച്ചു, സുഹാസ എനിക്ക് നിങ്ങളോട് ഇരിക്കണം എന്നാണ്. ശരിക്കും ഞാൻ ഇരുന്ന് ഒരു 1.5 മണിക്കൂർ, ഒരു 1.5-2 മണിക്കൂർ അല്ലെ ഫൈമിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റക്ക് ആയിപ്പോയി. ഈ മനുഷ്യന് ഹീസ് നോട്ട് ഷോയിങ് അപ്പ് എവറിവെയർ. ഹി ഹാസ് ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു ടെൽ. ഞാൻ അവനോട് പറഞ്ഞ ഫസ്റ്റ് എന്നോട് പറയാൻ ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം അതാണ്. അതേമാതിരി നിങ്ങളെ സ്റ്റോറി യു ഷുഡ് ചേഞ്ച് ദ വേ യു സ്പീക്ക്. Mashallah, he did it very well. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് Alhamdulillah. And he started showing in LinkedIn, he started showing in Insta, everything after that meeting. Now you see, ഞാനാണ് ഇരുന്നിട്ട് ഇങ്ങനെ കോരി തെറ്റി സത്യം പറയും. അവനിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇതന്നെയാണ് എല്ലാവർക്കും. കാരണം ഇങ്ങനെയാണ് നമ്മൾ പിച്ച് ചെയ്യുന്നത്. നമ്മൾ പോയിട്ട് വെറുതെ ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ നമ്മളൊരു CEO ആണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ചെങ്ങനെ എന്താ പറയുന്നത് മനസ്സിലുള്ളൂ. നമ്മളിങ്ങനെ ഇങ്ങനെ കേൾക്കാണ് നമ്മൾ സംഭവം. ഇങ്ങനെ ദിസ് ഈസ് ഹൗ വി നീഡ് ടു പിച്ച്. പിന്നെ നമ്മളെ ഇതിന്റെ ആളുകൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പഠിക്കാൻ വേണ്ടി പാസ്പോർട്ട് കൊണ്ട് വന്ന ആളുകളാണ് 90% ആളുകൾ. നമ്മൾ പൈസ കൊണ്ട് ആരും വന്നിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സംരംഭം നമുക്ക് ചിലപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഇന്നൊരു പ്രീമിയം ഇക്കാമിന്റെ ഹോൾഡറാണ് ഇവിടുത്തെ. അത് എന്റെ ഹാർഡ് വർക്കും എനിക്ക് ഇതേമാതിരി ആളുകൾ നിന്ന് സപ്പോർട്ടുകളാണ് ഇന്നോട് എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായും സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഇപ്പോ നമ്മളെ NRI ചെയ്യാം. അപ്പോ നമ്മളെപ്പോഴും പറയില്ലേ ഇവിടെ വന്ന കുട്ടികൾ ആദ്യമൊക്കെ ശരിക്കൊരു പ്രസന്റ് ചെയ്യാൻ ആൻഡ് ഞാൻ ഫൈവിന് ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആരോടും മിണ്ടൂല, ഇപ്പം ഭയങ്കര ഇൻട്രോവേർട്ടാണ്. എന്റെ കംപ്ലീറ്റ് ഞങ്ങൾ തെറ്റിപ്പോയി. എന്ന് അറിയോ, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഫഹീമിന്റെ ഒരു പ്രസന്റേഷൻ അന്ന് ഞാൻ ശരിക്കും ഇങ്ങനെ നിന്നു. ഈ വെരി നൈസ്. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഫഹീമിനെ പോലത്തെ മക്കളുള്ള കുറെ ആൾക്കാരോട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി കൊടുത്ത്, നിങ്ങളെ കുട്ടികൾക്ക്, അത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും, എന്ത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ ബിസിനസ് ചെയ്ത് റിലേറ്റ് ചെയ്ത് കൊടുത്ത്, നിങ്ങളെ ബിസിനസ് ഏറ്റെടുക്കാൻ നിങ്ങളെ മക്കൾ വരുമോ, അല്ലെങ്കിൽ ഉമ്മ പറയോ വാപ്പന്റെ ബിസിനസ്സിൽ ചേർന്ന മോനെ പണി കിട്ടും, അയാൾക്ക് തന്നെ ഒഴിവില്ല. ഞാൻ ഇത് പറയുന്നത് ഭയങ്കര വലിയ പോയിന്റാ.
അപ്പൊ അത് പറയിപ്പിക്കാതെ നോക്കൽ നമ്മളെ പണിയാണ്. ഞാൻ ഇത് ഈ പോയിന്റ് ഞാൻ പറഞ്ഞില്ല. നമ്മളെ കുറെ ക്ലയൻസിന്റെ മക്കള് എന്നിട്ട് ക്ലോസ് ആണ്, എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഒരു പറഞ്ഞയക്കലുണ്ട്. എന്തിനാന്ന് പറഞ്ഞല്ലേ, അവർക്ക് ബേസിക് പറഞ്ഞു ബാക്ക് എന്താ, അക്കൗണ്ടിങ് എന്താ, ഇവർ പറഞ്ഞ MBA ഒക്കെ കഴിഞ്ഞ് വന്നായിരിക്കും, ഇതൊന്നും അറിയില്ല. അപ്പൊ ഉപ്പാന്റെ വിചാരം തരാം എനിക്ക് ഇതൊന്നും ഇല്ലാതെ ഞാൻ പഠിച്ചതാ, ഇവ MBA ചെയ്ത് ഇവന് ഇത് അറിയണ്ടേ, ബേസിക് ആണ്. അത് ഞാൻ നമുക്ക് ഇരിക്കാം, ഞാൻ ബേസിക് പറഞ്ഞിട്ട് ഇവന്റെ ഉപ്പാനായിട്ടുള്ള പ്രശ്നം തീരും. ഇവനൊക്കെ അറിയപ്പോ ഉപ്പ എക്സ്പെക്ട് ചെയ്യണ്ടെന്ന് എന്താന്ന് എനിക്കറിയാം. എൻ്റെ ഉപ്പൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്ത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇതാ ഞാൻ നിന്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളോട് ഉള്ള സംഗതി പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കിടയിലും എന്ത് ബിസിനസ്സിലും നിങ്ങൾക്കൊരു ഓപ്പറേഷൻ കോൺസെപ്റ്റോ അല്ലെങ്കിൽ എന്തും ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഒക്കെ ഞാൻ തന്നെയല്ലേ ക്യൂബിൽ അപ്ലോഡ് ചെയ്യണം, പുതിയത് അപ്ലോഡ് ചെയ്യണം, ഒക്കെ ഞാൻ തന്നെയല്ലേ. ഞാൻ ഇപ്പോഴും അവിടെ ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യും എനി ടൈം എനി ഡേ. ഞാൻ സ്വന്തം വീട്ടിൽ ഉപ്പാനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളെ കൂടെ വന്നിരുന്ന് നിങ്ങളെ വീട്ടിൽ, ഞാൻ പലരും വീട്ടിൽ പോയിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വിളിച്ചാൽ അവരെ കൂടെ അവരെ ലാപ്ടോപ്പിൽ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ചെറുപ്പം മുതലേ അത് ചെയ്യണം, ഇന്നും ഞാൻ ചെയ്യും, എന്നും ഇൻഷാല്ലാഹ് ആഖിറത്തിൽ ചെയ്യും. Sure. Thank you, Fahim. And now we will go to one more education session.